പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ക്രിസ്തീയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞങ്ങൾ ഈ രാത്രിയിൽ അറിയിക്കുന്നു. പതിവായി ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക് നടത്തി വരുന്ന ലൈവ് പ്രോഗ്രാമുകളുടെ ഭാഗമായി കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഞങ്ങൾ യഥാർത്ഥ ക്രിസ്തീയ സ്നാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി വരികയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. ഇന്ന് ഞങ്ങൾ അടുത്ത ഏതാനും എപ്പിസോഡുകളിലായി ദൈവത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് ബൈബിളിൽ സംശയമുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ത്രിയേകനെന്നോ ദൈവം തൃത്വമെന്നോ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ക്രിസ്തീയ സമുദായങ്ങളും സമൂഹങ്ങളുമാണ് നമുക്ക് ലോകത്തുള്ളത്. എന്നാൽ ബൈബിൾ പ്രപഞ്ച സൃഷ്ടികർത്താവായ ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന ആ ഏക ദൈവം ആരാണ് എന്നുള്ളതാണ് ഇന്നു മുതലുള്ള ചില ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഞങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രോതാക്കളായ നിങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കപ്പെട്ട് വരുന്നത് കൂടാതെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഈ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ആ ഏക ദൈവം, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഏക ദൈവം ആരാണ്? ഇതാണ് ഇന്ന് രാത്രി ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്. നമുക്കറിയാം, ആത്മീയ മണ്ഡലത്തിൽ സെമിറ്റിക് റിലീജിയൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 മതങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഈ യൂതമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം എന്ന് നമുക്ക് കാണാൻ കഴിയും. വേറൊന്നുള്ളത് സൗരാഷ്ട്രീയ മതം ആണ് എന്നറിയാം. നമ്മളത് ഇന്ന് ഈ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഒരു ദൈവത്തെക്കുറിച്ച് പറയാനല്ല നമ്മൾ പോകുന്നത്. എന്നിരുന്നാൽ തന്നെയും യഹൂദന്റെ കൈവശം അവർ ഉപയോഗിക്കുന്ന ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന വേദഗ്രന്ഥത്തിലെ പഴയ നിയമമാണ്. യഹൂദൻ ഇന്നും വിശ്വസിക്കാത്ത തൃത്വം യഹൂദന്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിലേക്ക് ചെന്ന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവത്തെ 3 വ്യക്തികളായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ഉപദേശം വളരെ പഴക്കം ചെന്ന ഒരു ഉപദേശമാണ്. അത് ഒരു ഉപദേശമായി പ്രസ്താവിച്ചു കൊണ്ടുവന്നത് കത്തോലിക്ക സഭ എന്ന് പറയുന്ന ക്രിസ്തീയ വിഭാഗമാണ്. ഇന്ന് അവരുമായി ഉപദേശ സംബന്ധമായി പലവിധ വ്യത്യാസങ്ങൾ പെന്തക്കോസ്ത് സഭകൾക്കുണ്ടെങ്കിലും അടിസ്ഥാന ഉപദേശമാകുന്ന ദൈവം, സ്നാനം, ഈ 2 വിഷയങ്ങളിലും അവിടെ ഉദ്ധരിക്കപ്പെടുന്ന വചനങ്ങൾക്കും വാക്യങ്ങൾക്കും പെന്തക്കോസ്ത്, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ ക്രിസ്തീയ സമൂഹങ്ങൾ, വേർപാട് സമൂഹങ്ങൾ എന്ന് പറയുന്നവരും, പുറകോട്ട് പോയി ലൂതറൻസും പ്രസ്ബിറ്റേറിയൻസും അതുപോലെ മെത്തഡിസ്റ്റുകളും അതുപോലെ ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, CSI, മാർത്തോമ, കാത്തലിക്, ഇവാഞ്ചലിക്കൽ തുടങ്ങിയ പട്ടത്ത സഭകളും ഈ ഉപദേശത്തിന്റെ കാര്യത്തിൽ ഇവരെല്ലാവരും ഒന്നാണ്. സ്നാനം അവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തളിക്കൽ സ്നാനം നടത്തുമ്പോൾ ദൈവം ത്രിയേകനാണ് എന്നുള്ള ഉപദേശം ഈ സഭകൾക്കെല്ലാം പൊതുവിലുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കോർ ഉപദേശം പരിശോധിക്കുമ്പോൾ ഇവരെല്ലാവരും തമ്മിൽ ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം പരിശോധിക്കുമ്പോൾ വേശ്യമാരും അവരുടെ മാതാവും എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ഉണ്ടാക്കപ്പെട്ട ഒരു സംവിധാനമാണ് കാത്തലിസം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ഈ ട്രിനിറ്റേറിയൻ വിശ്വാസം വന്നിരിക്കുന്നത്. അപ്പോ ട്രിനിറ്റേറിയൻ വിശ്വാസത്തിന്റെ കാതൽ പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം, അങ്ങനെ ഈ 3 ദൈവങ്ങളും കൂടെ കൂടിച്ചേരുന്ന ഒരു ദൈവം. മറ്റൊരു ഉപദേശം നമുക്ക് കാണാൻ കഴിയുന്നത്
ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിന് ഉള്ളിൽ മൂന്ന് ദൈവം. അപ്പോൾ ഒരു പുറന്തോട് പോലത്തെ ഒരു ദൈവം, അതിനുള്ളിൽ മൂന്ന് ദൈവം. ഈ സിദ്ധാന്തങ്ങൾ പറയുന്ന പലരെയും നമ്മൾ വേദപുസ്തകത്തിന്റെ പ്രചാരകനെന്നും ബൈബിൾ ടീച്ചർ എന്നും പറയുന്ന ആളുകൾ നമ്മൾ പല വീഡിയോകൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പലരുടെയും പേര് നമ്മൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയം സംസാരിച്ചു വരുമ്പോൾ കേൾവിക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ ഈ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകളെ വ്യക്തിപരമായി പരമാവധി ഞങ്ങൾ അവരെ അപമാനിക്കാൻ ശ്രമിക്കാതെ, എന്നാൽ ഉപദേശത്തെ വളരെ ശക്തമായ ഭാഷയിൽ ഖണ്ഡിക്കുക എന്നുള്ളത് ദൈവവചനത്തിലുള്ള ഒരു കാര്യമാണ്. കാരണം അപ്പോസ്തലന്മാരെല്ലാം യേശു തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞ് യഹൂദന്മാരെ മിണ്ടാതാക്കി കളഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ദൈവവചനത്തിലെ വിഷയങ്ങളുടെ തർക്ക ഉന്നയിച്ചിട്ട് തുടങ്ങിയത് അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ട് ഉപദേശത്തെ ഖണ്ഡിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ തെല്ലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കെ തന്നെ ഉപദേശങ്ങളുടെ പിന്നിലുള്ള വ്യക്തികളെ ഞങ്ങൾ വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ മാറ്റി നിർത്തുകയോ ആ ഉപദേശം അവർ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് പേരിൽ അവരെ ഞങ്ങൾ ഒരു തരംതാണ വ്യക്തികൾ എന്നുള്ള നിലയിലോ ഒന്നും പരിഗണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പരമാവധി ദൈവവചനത്തിലെ കാതലായ സത്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ദൈവത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് ബൈബിൾ അടിവരയിട്ട് പറയുന്ന സത്യങ്ങളെ ത്രിയേക ദൈവ സിദ്ധാന്തമായി പരിഗണിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളുടെ വ്യക്തമായ തെളിവുകളെയും അതിന്റെ ഇണവാക്യങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുൻവിധി കൂടാതെ ഞങ്ങൾ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കുകയും ദൈവവചനത്തിൽ അവ പരിശോധിച്ച് അങ്ങനെ തന്നെയോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യണം. ഞാനിത് പറയാനുള്ള കാരണം, ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ് പഴയ നിയമവും പുതിയ നിയമവും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോസ്തലന്മാരാരും ദൈവം മൂന്ന് വ്യക്തികളുള്ള ദൈവമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ എവിടെയും ദൈവം മൂന്നാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മൂന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ യഹൂദന്മാർ ഇന്ന് ആ മൂന്ന് ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ യഹൂദൻ അംഗീകരിക്കാത്ത ദൈവത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ നിയമത്തിലെ ദൈവത്തെ പുതിയ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പുറകോട്ട് പോയി അവിടെയും ദൈവത്തിന്റെ തൃത്വം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്ന് കരുതിക്കൊണ്ട് ഞാനെന്നും അവനെന്നും ഒക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെ ദൈവത്തിന്റെ മറ്റൊരു അസ്തിത്വമായി അല്ലെ മറ്റൊരു വ്യക്തിത്വമായി കാണിക്കുന്ന വാദമുഖങ്ങൾ ബൈബിൾ യൂട്യൂബിന്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ പ്ലാറ്റ്ഫോമുകളിൽ ധാരാളം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അതൊന്നും ദൈവികമല്ലെന്നും അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ പ്രാമാണികമായി പഠിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ബൈബിളിൽ രേഖാമൂലം തെളിവായി നൽകാത്ത യാതൊരു കാര്യത്തെയും വിശ്വസിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് ബാധ്യതയില്ല എന്നുള്ളൊരു സത്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രപഞ്ച സൃഷ്ടികർത്താവായ ഏക ദൈവം ആരാണ് എന്നുള്ള ഒരു വിഷയത്തെ ആധാരമാക്കി ചില ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും നിരന്തരമായി ഉണ്ടായി വരുന്ന ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞങ്ങൾ വിശകലനം ചെയ്യുവാനായിട്ട് എടുക്കുന്നത്. ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം ഈ പാനലിലുള്ള ദുബൈയിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, അതുപോലെ കൊച്ചി എറണാകുളത്ത് നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫ്, അതുപോലെ കൊട്ടാരക്കരയിൽ നിന്നും പാസ്റ്റർ എം ബേബി, കായംകുളത്ത് നിന്നും ഞങ്ങളുടെ സഹോദരൻ സൈമൺ ബെഞ്ചമിൻ എന്നിവരാണ് എന്നോടൊപ്പം പാനലിലുള്ളത്. ഞാൻ നിങ്ങളുടെ ബ്രദർ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്നും. ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആമുഖമായി ചില കാര്യങ്ങളെ സൂചിപ്പിച്ചത് കൊണ്ട് അനുവാചകർക്ക് ഇനി കൂടുതൽ ആവർത്തന വിരസത ഉണ്ടാക്കാതെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം പാസ്റ്റർ എം ബേബി അവர்களോടാണ്. ചോദ്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്, ഈ പൊതുവായി നമ്മൾ ബൈബിളിൽ ഇല്ലാത്തതും എന്നാൽ സഭകൾ പഠിപ്പിക്കുന്നത് വ്യക്തികൾ ചേർന്നാണ് സൃഷ്ടി നടത്തിയത് എന്നുള്ളൊരു പഠനം പൊതുവിൽ പെന്തക്കോസ്ത് ഗോളത്തിലുണ്ട്. അല്ലെങ്കിൽ 3 യഹോവയുണ്ട്, അതിലൊരു യഹോവ ജഡമെടുത്ത് വന്നതാണ് യേശുക്രിസ്തു എന്നിങ്ങനെ നമ്മൾ പുതിയ പുതിയ തിയോളജികൾ ഇപ്പോ കാലാനുസൃതമായി പരിഷ്കരിച്ചു കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുൻ കാലഘട്ടങ്ങളിൽ അതൊരു സഭയുടെ 4 ചുവരുകളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയ
എന്നതുകൊണ്ട് ഇന്ന് ഇത്തരം വാദങ്ങൾ ഏറി വരുമ്പോൾ സത്യം പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് വളരെ ആധികാരികമായ ഒരു ചിത്രം നൽകുവാൻ കർത്താവിന്റെ ദാസന് കഴിയട്ടെ. എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സൃഷ്ടികർത്താക്കളായി 3 വ്യക്തികൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹമേറിയ ഒരു സമയമാണ്. കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്ക് കർത്താവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ സൃഷ്ടാവായ ഏക ദൈവത്തെ സംബന്ധിച്ചുള്ളതായ ഒരു വിഷയമാണ് ചർച്ചയ്ക്കായിട്ട് നാം എടുത്തിരിക്കുന്നത്. അതിൽ പ്രപഞ്ച സൃഷ്ടിപ്പിൻ പ്രവർത്തനത്തിൽ 3 ദൈവങ്ങൾ ഉണ്ടായിരുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് ദൈവവചനപ്രകാരം നൽകുവാൻ കഴിയുന്ന മറുപടി സൃഷ്ടിപ്പിൻ പ്രവർത്തനത്തിൽ ദൈവം ഏകനായിരുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സൃഷ്ടിപ്പിൻ പ്രവർത്തനത്തിൽ ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായിരുന്നില്ല എന്ന് ദൈവം തന്നെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. അത് ധാരാളം വാക്യങ്ങൾ തെളിവായിട്ട് പറയുവാനുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കം വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം എന്ന വാക്കോടുകൂടെയാണ്. ആദിയിൽ ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നത്, കൂടാതെ മറ്റാരും തന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന ആ പദപ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ അതിന്റെ 25-ാമത്തെ വാക്യഭാഗം വരെയുള്ളതായ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ 5 ദിവസത്തെ കർത്താവിന്റെ സൃഷ്ടിയെ സംബന്ധിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യനൊഴികെ ബാക്കി ഭൂതലത്തിലുള്ള സർവത്തിന്റെയും സൃഷ്ടി 5 ദിവസം കൊണ്ട് നടന്നതായിട്ടാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 ദിവസത്തെ സൃഷ്ടിപ്പൻ പ്രവർത്തനത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 25 വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചാൽ 23 പ്രാവശ്യം ദൈവം 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 എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ദൈവങ്ങൾ എന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവം ദൈവം എന്ന് മാത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രപഞ്ച സൃഷ്ടിപ്പിൻ പ്രവർത്തനത്തിൽ ആ ദൈവമല്ലാതെ മറ്റാരും സഹായികളായിട്ടുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. തിരുവചനത്തിൽ നിന്നും 1-2 വേദഭാഗങ്ങൾ കൂടെ ഇതിനോട് ചേർന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 136-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നവിടെ കാണുവാൻ കഴിയുന്നു. ഏകനായിട്ട് മഹാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. അവന്റെ ദയയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സകലതും. അത്
എന്നേക്കുമുള്ള ദയയാണ് ദൈവത്തിന്റെ ദയ എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതും ദൈവം ഏകനാണ്, ഏകനായിട്ടാണ് അവൻ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 4-5 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിനെ അളവുനൂൽ പിടിച്ചവൻ ആർ? ഈ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോഴും ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് സർവശക്തനായ ദൈവമാണെന്നും തനിക്ക് സഹായികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നും ഏകനായിട്ട് താൻ പ്രവർത്തിച്ചു എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ടും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പലരുടെയും തെറ്റായ ധാരണകൾക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി നൽകുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിലൂടെ കർത്താവിന്റെ ദാസന്മാർ ഉദ്ദേശിക്കുന്നത്. സ്വന്തത്തിൽ നിന്ന് എടുത്ത് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ലോകപരമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് ദൈവത്തെ സമർത്ഥിക്കുവാനോ ശ്രമിക്കുന്ന ഒരു അനുഭവമല്ല. വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു അത് തന്നെ പ്രസ്താവിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ കർത്താവിന്റെ ദാസന്മാർ ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രപഞ്ച സൃഷ്ടാവ് ഏകനാണ്, അവനോടുകൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് സകലവും സൃഷ്ടിച്ചതായ സർവശക്തനായ ദൈവം തന്നെ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരുന്നു. ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു? ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, യഹോവയായ ഞാനാണ് സകലവും സൃഷ്ടിച്ചത്. ഞാൻ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് സംസാരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ഏക സത്യദൈവം താൻ തന്നെയാണ് സകലവും സൃഷ്ടിച്ചത്. ആകാശത്തെ വിരിച്ചതും ഭൂമിക്ക് അടിസ്ഥാനമിട്ടതും സകല സൃഷ്ടിപ്പിന്റെയും പ്രവർത്തനം താൻ തന്നെയാണ് ചെയ്തത്, നിർവഹിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്നെ പറയുകയാണ്. കർത്താവ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവം ഏകനല്ല, ദൈവത്തോടു കൂടെ വേറെയും ചിലരുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നതായ ഏതൊരു വ്യക്തിയായിരുന്നാലും, ഏത് സഭാമണ്ഡലത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നാലും, ദൈവവചനത്തിന്റെ നിർമ്മലമാകുന്ന സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും സാത്താന്റെ ഏജൻസികളായിട്ടാണ് തിരുവചനത്തിന്റെ വ്യവസ്ഥയിൽ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. തിരുവചനത്തിന്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ഏക സത്യദൈവത്തിൽ ആശ്രയിച്ച് അവന്റെ നാമത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുത്ത് മഹത്വം കൊടുത്ത് അവന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവ് നമ്മോട് സമീപമായിരിക്കുമ്പോൾ നാം
സത്യദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവന്റെ വരവിങ്കൽ ലജ്ജ കൂടാതെ തിരുമുമ്പിൽ നിൽക്കുവാനായിട്ട് സാധ്യമായി തീരും. വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ന്യായാസനത്തിന്റെ മുൻപാകെ വരുമ്പോൾ ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരും എന്ന കാര്യം ഓർത്തുകൊണ്ട് ഏക സത്യ ദൈവം പ്രപഞ്ച സൃഷ്ടാവാണെന്നും അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കി ജീവനുള്ള ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ സകല പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ടും മറ്റ് പല കാര്യങ്ങളും കർത്താവിന്റെ ദാസന്മാരെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കൾ ഇപ്പോൾ സംസാരിച്ചു കേട്ട വിഷയത്തിനോട് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കേണ്ടതിന്, ബൈബിളിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു ഉപദേശം പെന്തക്കോസ്തക്കാര് ഭൂരിഭാഗം ആളുകൾ കൊണ്ടുവരാറുള്ളത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രയോഗം ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോ എന്റെ ചോദ്യം, അവിടെ നാം നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം, ഒരു സംശയം അവിടെ സൃഷ്ടികർത്താക്കളായി അല്ലെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കുന്ന സൃഷ്ടികർമ്മത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും ട്രിനിറ്റി പോലുള്ള ഒരു ഉപദേശം പഠിപ്പിക്കപ്പെട്ടത് വരുന്ന ഒരു സംവിധാനത്തിലുള്ള ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് അവരെ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ദൈവം ആ വാക്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് ദൈവം അവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരുവാനുള്ള കാരണം, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ആധികാരികമായ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം പാസ്റ്റർ ജോയ് കെ ജോസഫിനോടാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടെന്ന് സ്പഷ്ടമല്ലേ? ഇതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന് നന്ദി അറിയിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഈ യൂട്യൂബിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യം നാളുകളായി പ്രത്യേകിച്ച് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്. അതിനൊരു ചുരുക്കം ചില കാര്യങ്ങൾ മറുപടിയായി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നാം നമ്മുടെ സ്വരൂപത്തിൽ, നാം നമ്മുടെ എന്ന പദപ്രയോഗം തൃത്വം തെളിയിക്കുവാൻ വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന തെറ്റായ ധാരണ ക്രൈസ്തവ ലോകത്തിൽ പിശാചിനാൽ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ അടിത്തറ പാകുവാൻ ഒരു പരിധി വരെ സാത്താനും കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തെ വളച്ചൊടിച്ചും വികൃതമാക്കിയും മനുഷ്യ മനസ്സുകളെ കുരുടാക്കാനുള്ള സാത്താന്റെ തന്ത്രങ്ങൾ ഏതം തോട്ടം മുതൽ തുടങ്ങിയതാണ്. നാം നമ്മുടെ എന്ന പദങ്ങൾ ബഹുവചനമാകും എന്ന് ഏവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ചിലരുടെ വാദഗതി കേട്ടാൽ നാം എന്ന പദത്തിന് 3 എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അവരുടെ വാദം കേട്ടാൽ അങ്ങനെ തോന്നിപ്പോകും. നാം നമ്മുടെ എന്ന പദങ്ങൾ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നാം എന്നുള്ള വാക്ക് ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തി 3 പേരാകുമോ?
അങ്ങനെയുള്ള ന്യായം തെറ്റായിട്ടുള്ളൊരു പഠിപ്പിക്കല. നാം എന്ന ബഹുവചന രൂപം ഒന്നിലധികം വ്യക്തികൾ ചേർന്നാൽ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നുണ്ടോ? അല്ല, ഒരു വ്യക്തിക്ക് ആ പദം ഉപയോഗിക്കുവാൻ പാടില്ലേ? ഒരു വ്യക്തി അങ്ങനെ ഉപയോഗിച്ചാൽ ആ വ്യക്തി മൂന്നായി തീരുവോ? ഇതൊക്കെ ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, നാം എന്നുള്ള പദം ഒരു വ്യക്തിക്കും ഒരു വ്യക്തി മാത്രമേ ഉള്ളെങ്കിലും അദ്ദേഹത്തിനും ആ പദം ഉപയോഗിക്കാൻ കഴിയും. അതിനുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ ആദ്യം എടുത്തു തരാം. എസ്രാ 7:24 വായിക്കുമ്പോൾ ഒരു രാജാവ് പറഞ്ഞ, അർത്ഥശിഷ്ട രാജാവ് പറഞ്ഞ ഒരു വാക്കാണ്, നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. രാജാവിന്റെ ഒരു കൽപ്പനയാ, നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. എസ്രാ 7:21 വായിക്കുമ്പോൾ അർത്ഥശിഷ്ട രാജാവായ നാം കൽപ്പന കൊടുക്കുന്നത് എന്തെന്നാൽ, ഇനി എസ്രാ 4:19-21 നമ്മൾ വായിക്കുമ്പോൾ നാം കൽപ്പന കൊടുത്തിട്ട് ആകയാൽ നാം മറ്റൊരു കൽപ്പന കൊടുക്കുന്നത് വരെ. കണ്ടോ? അപ്പൊ നാം എന്നുള്ള പദം ഒരു രാജാവിന് ഉപയോഗിക്കാം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുക. അർത്ഥശിഷ്ട രാജാവിന്റെ കൽപ്പനയുടെ ശബ്ദങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്, വാക്യം എടുത്ത് വായിച്ചത്. ഒരു രാജാവ് നാം എന്ന പദം ഉപയോഗിച്ചാൽ ഒരിക്കലും അത് വിരോധാഭാസമല്ല. രാജാക്കന്മാർക്ക് നാം എന്ന പദം അനുയോജ്യമാണ്. രാജാവ് 3 വ്യക്തികൾ ചേർന്നിരിക്കുന്ന ഏതോ ഒന്നായതുകൊണ്ടല്ല ഈ രാജാക്കന്മാർ നാം എന്നുള്ള പദം പറയുന്നത്. ഒന്നോ അതിലധികമോ രാജ്യങ്ങളെയും ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആ പ്രയോഗം ഉചിതമാണ്. കൂടാതെ തന്റെ രാജകീയ പദവിയാണ് അത് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയുകയാണ്, ശരി, നാം ഇപ്പോൾ ബോർഡിൽ ഒരു പടം വരയ്ക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ ആ ക്ലാസ്സിലുള്ള 32 അല്ലെങ്കിൽ 42 കുട്ടികളും ഓടിച്ചെന്ന് ചോക്കെടുത്ത് പടം വരയ്ക്കുമോ? ഇല്ല. എന്നിട്ട് അധ്യാപകനാണ് ഈ പടം വരയ്ക്കുന്നത്. അധ്യാപകൻ പിടിച്ചിരിക്കുന്ന ചോക്കിന്റെ അറ്റത്ത് മറ്റുള്ള 32 കുട്ടികൾ. ഒരു സാങ്കേതിക തകരാറ് ഉള്ളതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ദേവദാസന്റെ ഇന്റർനെറ്റ് കണക്ഷൻ പോയതുകൊണ്ട് തുടരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ ചോദ്യം വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തതായി മറ്റൊരു ചോദ്യം ചോദിക്കാനായിട്ട് പോകുന്നത് ബ്രദർ വിൽസനോടാണ്. അതിങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലെ 12:29 യേശു ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ കൽപ്പനയെ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്? അപ്പം ഈ യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിന് വിപരീതമായി ഇന്ന് ക്രിസ്തീയ സഭകളിൽ പലവിധ ഉപദേശങ്ങൾ ഉണ്ടായി. ഏകദൈവത്തെ കുറിച്ച് പറയുന്ന ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി സഭകളിൽ പലവിധ ഉപദേശങ്ങൾ ഈ മർക്കോസ് ഈ കാര്യത്തെ ഒന്ന് സ്പഷ്ടമായിട്ട് വ്യക്തമാക്കി തരാനായിട്ട് ബ്രദറിനോട് ചോദിക്കുകയാണ്. ചോദ്യം വേണമെങ്കിൽ ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കാം. മനസ്സിലായി, ചോദ്യം മനസ്സിലായി. താങ്ക് യു. അപ്പോൾ എനിക്ക് ആദ്യമേ ഇതിനകത്ത് എല്ലാ പ്രേക്ഷകർക്കും ഓർമ്മിപ്പിക്കുവാനുള്ള ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരിൽ നിന്നും കടന്നു വരുവാൻ ഒരു കാരണമുണ്ട്. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുക്കുകയും അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുക്കുകയും അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെ ഇസ്രായേൽ എന്ന ദേശം കടന്നു വരികയും ആ ഇസ്രായേൽ എന്ന ദേശം ഈ ലോകത്തിന്റെ മധ്യത്തിൽ ഒരു ചെറിയ രാഷ്ട്രമായിട്ടെങ്കിലും നിലനിൽക്കുകയും ദൈവത്തിന്റെ ഒരു ദേശം അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിക്കപ്പെട്ടവരുടെ ഒരു ദേശമെന്ന് ആദ്യം നമുക്കറിയാം.
മോശയുടെ കാലത്ത് അവരെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് ദൈവം ആ ഒരു രാഷ്ട്രത്തെ ഈ ലോകത്തിലാക്കി. അപ്പോൾ കർത്താവ് കടന്നു വരുന്നത് ആ ദേശത്ത് തന്നെ ആ ഒരു സന്തതികളിൽ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ആ ഒരു ജിനിയോളജി നമുക്ക് കാണിച്ചു തരുന്നത്, എന്തുകൊണ്ട് കർത്താവ് യഹൂദന്മാരിൽ നിന്നും വന്നു എന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ആദ്യത്തെ സെഞ്ചുറിയിൽ ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് കടന്നു പോയത് യഹൂദന്മാരായ ശിഷ്യന്മാരിൽ കൂടെയാണ്. പക്ഷെ ആ സുവിശേഷം പിന്നെ കടന്നു പോയപ്പോൾ പുതിയ തലമുറയിലുള്ള ജാതീയ വ്യവസ്ഥയിൽ നിന്നും ജാതീയ വിശ്വാസങ്ങളിൽ നിന്നും കടന്നു വന്ന മറ്റു പുതിയ തലവന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാർ കടന്നു വന്നപ്പോൾ അവരുടെ പഴയ വിശ്വാസത്തിൽ നിന്നും ചിലത് ഇതിനോട് ചേർക്കുകയും അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ പലതും ഉണ്ടായതും ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഏകദേശം 2000 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ പ്രത്യേകം അതിനെപ്പറ്റി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ ആ അധ്യായത്തിനകത്ത് നമുക്കറിയാം, റോമ സഭയാണ് പിന്നെ ഈ ലോകത്ത് തൃത്വം എന്ന ഉപദേശവും പല ആ ഒരു ഉപദേശത്തിന്റെ കൂടെ പല ആചാരങ്ങളും ഈ ലോകം മൊത്തം മുഖ്യമായിട്ട് റോമാസഭയും ആ റോമാ സഭയിൽ നിന്നും വന്ന മക്കൾ അല്ലെങ്കിൽ പെൺമക്കൾ എന്ന് ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പല ആചാരങ്ങളും ആദ്യത്തെ ദൈവസഭയിൽ ഇല്ലാത്ത ആചാരങ്ങൾ കടന്നു പോകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ അധ്യായം വളരെ നമ്മൾ ശ്രദ്ധയോടെ വായിക്കണം. ആ ഒരു റോമാ സഭയാണ് പിന്നെ പലതരത്തിലെ ഈ ഉപദേശങ്ങളും പലതരത്തിലെ ഈ ആചാരങ്ങളും പിന്നെ വിഗ്രഹ ആരാധനകളും ലോകം മൊത്തം കടന്നു കൊണ്ടുപോയത്. അപ്പൊ അതിനകത്ത് പ്രമുഖമായി പറയുന്ന 20ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അല്ല, 19 ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും അവന്റെ അദൃശ്യ ലക്ഷണങ്ങളും ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലായ്മ. അപ്പൊ പിന്നെ പറയുന്നു, അതുകൊണ്ടാണ് അവർ ഈ പലതരത്തിലെ ഉപദേശങ്ങളിലും പലതരത്തിലെ വിഗ്രഹാരാധന, പുതിയ ഉപദേശങ്ങളും നമ്മൾ വിഗ്രഹാരാധനയായിട്ട് തന്നെ നമ്മൾ കാണണം. പിന്നെ അവർ തന്നെയാണ് കൊണ്ടുവന്നത് സുവിശേഷം 2 പലതരത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യഹൂദന് പഴയ നിയമവും പുതിയ വിശ്വാസികൾക്ക് പുതിയ നിയമവും എന്നൊക്കെ പറഞ്ഞിട്ടും യഹോവ യഹൂദന്റെ ദൈവവും പിന്നെ യേശു ക്രിസ്തു ജാതീയരുടെ ദൈവവും എന്നൊക്കെ ഉള്ള പലതരത്തിലെ വിശ്വാസം ഈ ലോകത്തിൽ കടന്നു വന്നു. സുവിശേഷത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ 16ാമത്തെ അധ്യായം റോമർ 1 പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാക്കുന്നുവല്ലോ. അപ്പോൾ ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. അത് ആദ്യം യഹൂദനിൽ നിന്നാണ്, യഹൂദന് വേണ്ടിയാണ് വന്നത്. പിന്നെ ആ സുവിശേഷം തന്നെയാണ് ജാതികളിൽ കടന്നുപോയത്. അപ്പോൾ നമ്മൾ കാണുന്നു, യോഹന്നാന്റെ സമയത്ത് യോഹന്നാൻ പറയുന്നത് എന്താണ്? ദൈവരാജ്യം അടുത്തിരിക്കുന്നു, മാനസാന്തരപ്പെട്ടുകൊള്ളുക. അതുവരെ പാപമോചനം ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ കർത്താവിന്റെ ആ ഒരു യാഗം കഴിഞ്ഞിട്ടില്ല, പാപമോചനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം അടുത്തിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ വഴിയിലേക്ക് വരുവാൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ 12 കർത്താവ് എല്ലാറ്റിലും ഒരു ശാസ്ത്രിയോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എല്ലാത്തിലും മുഖ്യമായ കൽപ്പന ഏതാണെന്ന് ആ കർത്താവിനോട് ചോദിക്കുമ്പോൾ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ്, നിന്നെ ഇസ്രായേലിൽ കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പോൾ ദൈവം തന്നെയാണ് കർത്താവ്.
ദൈവം തന്നെയാണ് ഏക കർത്താവ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ ശരിയാണ് പറഞ്ഞതെന്ന് ആ ഒരു വ്യക്തി സമ്മതിക്കുമ്പോൾ അവനോട് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നീ ദൈവരാജ്യത്തിന് സമീപമാണെന്ന് പറയും. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചില്ല, സമീപമാണ് എന്ന് പറയുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ കർത്താവ് ഓർമ്മിപ്പിച്ച യഹോവയായ ദൈവം, യഹോവ ഏകൻ തന്നെ എന്നുള്ള ആ ഒരു കൽപ്പനയിൽ തന്നെ യഹോവയുടെ സ്ഥലത്ത് ആ കർത്താവ് ഏകൻ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുമ്പോൾ ആരാണെന്ന് യഹൂദൻ പറയുന്നത് എന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. യഹൂദൻ പറയുന്നത് ആ യഹോവയായ ദൈവം, അതായത് കർത്താവായ ദൈവം, കർത്താവ് ഏകൻ എന്ന് പറയുമ്പോൾ തന്നെ യഹോവ തന്നെയാണ് കർത്താവ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. യേശു ക്രിസ്തു കർത്താവ് എന്നുള്ള പ്രഘോഷണം ആ ഒരു സത്യത്തെ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്തു. മനുഷ്യനായ യേശു ക്രിസ്തു എന്ന പദവിയിൽ ഈ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഏക കർത്താവാണ്, ഏക ആത്മാവാണ്. പക്ഷെ എന്തുകൊണ്ട് സാത്താൻ ഇതിനെ തെറ്റിക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് അതിന് ഉത്തരം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, ഞാൻ പോയ ശേഷം ഉടനെ ചെന്നായ്ക്കൾ കടന്നു വരും. പ്രവൃത്തികൾ അതിന്റെ 20-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം മുതൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പറയുന്നു 2 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സാത്താൻ എന്തുകൊണ്ട് നമ്മളെ തെറ്റിക്കാൻ നോക്കുന്നു? ഒന്നിൽ കൂടുതൽ വ്യക്തിത്വങ്ങൾ ദൈവികത്വത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ദൈവരാജ്യത്തിന് സമീപം പോലുമല്ല, നമ്മൾ അതിന്റെ അടുത്തുപോലുമല്ല, നമ്മൾ അതിൽ പ്രവേശിക്കുന്നത് അങ്ങ് വിട്ടുകളഞ്ഞേരെ, നമ്മൾ അതിന്റെ സമീപം പോലുമല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഏറ്റവും മുഖ്യ കൽപ്പന പോലും നമ്മുടെ ഉപദേശത്തിൽ തെറ്റാണെന്ന് വന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ വിശ്വാസത്തിന്റെ വഴിയിൽ അല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഏറ്റവും മുഖ്യ കൽപ്പന ഏത് ഉപദേശത്തിനും ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. ആ ലിറ്റ്മസ് ടെസ്റ്റ് പാസ് ചെയ്യത്തില്ലയോ, നമ്മൾ ഒരിക്കലും ആ ഉപദേശം നമ്മുടെ ശരിയല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. ഇത് വെച്ച് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ബ്രദർ. വളരെ വ്യക്തമാണ്. അനവധി തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു തന്നു. മാത്രമല്ല, ഞാൻ അതിനോട് ഒരു ചെറിയ കാര്യം ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ലോകത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ജൂതന്മാരുടെ വിശ്വാസമാണ്. യൂതന്മാരുടെ ദൈവം അല്ലെങ്കിൽ യഹൂദന്മാരുടെ ദൈവം തിരുവെഴുത്തുകൾ പ്രകാരം നമ്മൾ ഇപ്പോൾ കർത്താവിന്റെ ദാസർ ഓർപ്പിച്ച ആവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യഹോവ തന്നെ മോശ മുഖാന്തരം പറയുന്നതാണ്, യഹോവ മാത്രമാണ് ഏക ദൈവമെന്ന്. അപ്പോൾ ഏകദൈവ വിശ്വാസം ആണ് എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളത്. എന്നാൽ ആ ഏകദൈവ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോയി ലോകത്തിൽ എല്ലായിടത്തും ആ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കേണ്ട കൽപ്പന ലഭിച്ച ജനം ഏകദൈവ വിശ്വാസം മാറി വിഗ്രഹാരാധനയിലൊക്കെ പോയപ്പോൾ ഏകദൈവ വിശ്വാസത്തിന്റെ ഉയർന്നു വന്ന ക്രിസ്ത്യാനിറ്റി ഏതാണ്ട് 3 നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പാഗൻ ഉപദേശത്തിലേക്ക് വന്ന് ട്രിനിറ്റി കൊണ്ടുവന്നപ്പോൾ ഏകദൈവ വിശ്വാസം കൊണ്ടുവന്ന മറ്റൊരു സെമിറ്റിക് റിലീജിയനാണ് ഇസ്ലാം. ഇസ്ലാം എന്ന ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സെക്കൻഡ് ലാർജസ്റ്റ് റിലീജിയൻ ആയത് ഗ്രോത്തിന്റെ കണക്കിൽ നോക്കിയാൽ ക്രിസ്ത്യാനിറ്റിയേക്കാൾ ഫാർ മോർ ആണ് അവരുടെ വളർച്ചയുടെ റേറ്റ്. അവരുടെ വളർച്ച അവര് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഏക ദൈവം എന്നൊരു കോൺസെപ്റ്റില്ല. അപ്പൊ ഏക ദൈവം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടാണ് അവര് ട്രിനിറ്റി കൗണ്ടർ ചെയ്ത് ക്രിസ്ത്യാനിറ്റി തെറ്റാണെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബൈബിളിന്റെ കോർ സിസ്റ്റം ഓഫ് ബിലീഫിനെ അട്ടിമറിക്കുന്ന ഉപദേശം ബൈബിൾ പിടിക്കുന്നവർ തന്നെ കൊണ്ടുവന്നപ്പോൾ
അതിന്റെ പ്രചാരകരായി അവർ മാറിയപ്പോൾ മറ്റൊരു സ്ഥലത്ത് ആ ഏകദൈവ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ അവർ ലോകത്തെ ഉണ്ടാക്കിയെടുത്തു. പ്രത്യേകിച്ച് ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഓസ്ട്രിയ തുടങ്ങിയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ വളരെ മുന്നോട്ട് പോകുന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുണ്ട്, ഈ ഏകദൈവം. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് സ്കാറ്റേഡ് ആയിട്ട് കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ചെതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് സഭകൾ ഈ സത്യത്തിലേക്ക് പോകാതെ ഇരിക്കുന്ന സ്ഥലത്ത് യഥാർത്ഥ സത്യത്തെ ഒരു വ്യാജ ദൈവത്തെ കൊണ്ടുവന്ന് ഒരു പാഗൻ കൺസെപ്റ്റ് ഓഫ് റിലീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അറേബ്യൻ സിദ്ധാന്തങ്ങളിൽ നിന്ന് ഒരു ഒറ്റ ദൈവത്തെ അടർത്തിയെടുത്ത് ഒരു ഏകദൈവമാക്കുന്നത് അവർ ലോകത്തിൽ ആ ഒരൊറ്റ വിശ്വാസ പ്രമാണം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പരാജയമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അപജയമാണ്. അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഇന്നും പല തട്ടുകളിലായി നിന്നുകൊണ്ട് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഡോക്ടറിനിൽ ചെതറിക്കിടക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങളുടെ അനുവാചകർ, ഞങ്ങളെ കേൾക്കുന്നവര് ശ്രദ്ധിക്കണം എന്ന് മാത്രം കൂടി ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ഉത്തരം വളരെ സ്പഷ്ടമായിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത എന്റെ ചോദ്യം ബ്രദർ സൈമനോടാണ്. ഇതാണ് ചോദ്യം: എന്തുകൊണ്ടാണ് സകലവും അവന് വേണ്ടിയും അവനാലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിലും കൊളോസി ലേഖനത്തിലും നമുക്കിത് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ അവൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിലും യോഹന്നാന്റെ ഭാഷയിലും അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്ന സൃഷ്ടികർത്താവായ ദൈവം പെന്തക്കോസ്തുകാരുടെയോ അല്ലെങ്കിൽ ട്രിനിറ്റേറിയൻസിന്റെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ട് അത് പിതാവാണ്. എന്നാൽ യേശു പറയുകയാണ്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവാണ് സകലതും സൃഷ്ടിച്ചതെന്ന് പറയുന്നു. അപ്പം ഇത് ഒരു പരസ്പര വിരുദ്ധമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണോ എന്നുള്ള കാര്യത്തെ വളരെ വ്യക്തമായിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം കർത്താവിനോട് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. നമ്മള് കൊലോസിയൻസ് 1:16 ആണ് ഈ പറയുന്നത്. ഫോർ ബൈ ഹിം വർ ഓൾ തിങ്സ് ക്രിയേറ്റഡ് ദാറ്റ് ആർ ഇൻ ഹെവൻ ആൻഡ് ദാറ്റ് ആർ ഇൻ എർത്ത്, വിസിബിൾ ഇൻവിസിബിൾ, വെദർ they are thrones or dominions or principality or power, all things were created by him and for him. അപ്പൊ ഇവിടെ നമുക്ക് ബൈ ഹിം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ആരാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം സർവ്വതും എന്ന് പറഞ്ഞാൽ ഹെവൻസിലും എർത്തിലും വിസിബിളും ഇൻവിസിബിളും ത്രോൺസ് ആയാലും എന്തോ പവർ പ്രിൻസിപ്പാലിറ്റി എന്തോ ആയാലും എല്ലാം അവന് വേണ്ടിയാണ്, അവനാണ് ചെയ്തേക്കുന്നത്. അത് ആർക്ക് വേണ്ടി? അവന് വേണ്ടി മാത്രമാണ്. ഓക്കെ, വേറെ ആർക്കും വേണ്ടി അല്ല അത് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് കൊലോസിയൻസ് 1:14 വായിക്കുമ്പോഴത്തേക്ക് അവിടെ വ്യക്തമാകുന്നുണ്ട് ഇത് ആരെ പറ്റിയാ പറയുന്നത്. ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ഈവൻ ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻ. അപ്പം ആരാ നമുക്ക് വേണ്ടി ബ്ലഡ് രക്തം കൊടുത്തേക്കുന്നത്? ആരാ നമ്മളുടെ പാപമോചനത്തിന് വേണ്ടി നമുക്ക് രക്തം തന്നേക്കുന്നത്? അത് യേശു ക്രിസ്തു ആണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഓക്കെ, യേശു ആരാന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് കൊലോസിയൻ 1:15 തന്നെ അടുത്ത വേഴ്സിനകത്ത് പറയുന്നത്, ഹു ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓഫ് എവറി ക്രീച്ചർ. അപ്പം ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം വിസിബിൾ ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അപ്പൊ ഗോഡ് ഇൻവിസിബിൾ ആണ്, പക്ഷെ ഗോഡിന്റെ വിസിബിൾ നമുക്ക് കാണുന്ന ഒരു രൂപമാണ് യേശു ക്രിസ്തു. ഓക്കെ, അപ്പം ഇൻവിസിബിൾ ആന്ന് പറയുമ്പോഴത്തേക്ക് ഗോഡ് ഈ സ്പിരിറ്റ് എന്ന് നമുക്ക് പുതിയ നിയമത്തിനകത്ത് പറയുന്നുണ്ട്, പഴയ നിയമത്തിനകത്ത് ദൈവം ആത്മാവാണ്. അപ്പൊ ഈ ആത്മാവായ ദൈവമാണ് കാണപ്പെടുന്ന രൂപത്തിൽ, അത് ആ ഒരു രൂപമാണ് നമ്മൾ അറിയുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇവിടെ റോമൻസ് 11:36 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഈ സെയിം കാര്യം തന്നെ എഴുതിയിരിക്കുന്നത്. ഫോർ ഓഫ് ഹിം ആൻഡ് ത്രൂ ഹിം ആൻഡ് ടു ഹിം ഓൾ തിങ്സ്, ടു ഹൂം ബി ഗ്ലോറി ഫോർ എവർ ആമേൻ. അപ്പം ഇവിടെ എല്ലാ ഗ്ലോറിയും അവന് തന്നെ ഉള്ളത്.
എന്ന് പറഞ്ഞാൽ അവനാണ് എല്ലാം സൃഷ്ടിച്ചേക്കുന്നത്, അവന് വേണ്ടി അവന്റെ ത്രൂ എല്ലാം സൃഷ്ടിക്കുക, അവൻ തന്നെ ഗ്ലോറി എല്ലാം ഉണ്ട്. ഈ ഗ്ലോറി പഴയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, ലോർഡ് പറയുന്നത്, ഐ ആം ദ ലോർഡ്, ദാറ്റ് ഈസ് മൈ നെയിം, ആൻഡ് മൈ ഗ്ലോറി വിൽ ഐ നോട്ട് ഗീവ് ടു അനദർ. ഞാൻ വേറെ ഒരാൾക്കും ആ ഗ്ലോറി കൊടുക്കത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ ആ പറയുന്ന ഐ ആം ദ ലോർഡ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ആ ഇവിടെ നമ്മൾ പറയുന്ന ഗ്ലോറി ആർക്കാ ഉള്ളത്? ഈ സൃഷ്ടാവിനാ, ഈ സൃഷ്ടിച്ച ആളിനാ. ആരാധ? യേശു ക്രിസ്തു ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് റോമൻ 16:27 വായിക്കുമ്പോൾ ടു ഗോഡ് ഓൺലി വൈസ് എന്ന് പറഞ്ഞാൽ ഗോഡ് എന്തുവാ ഉള്ളത്? ഗോഡ് ഓൺലി വൈസ്. അപ്പൊ ഓൺലി വൈസ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ പറ്റിയാ പറയുന്നത്. ഒന്ന്, ബി ഗ്ലോറി ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഫോർ എവർ ആമേൻ. അപ്പൊ ഇവിടെ നമ്മൾ ത്രൂ എന്ന് കേൾക്കുന്നു. അപ്പൊ ഈ ത്രൂ എന്ന് കേൾക്കുന്നതും, അപ്പം യേശു ക്രിസ്തു ത്രൂ എന്ന് പറയാൻ കാരണം എന്താ? വേറെ വ്യക്തിയാണെന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരും. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നത് ഗ്ലോറി ആർക്കാ ഉള്ളത്? യേശു ക്രിസ്തു ആന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇനി നോക്കേണ്ടത് ആ അടുത്ത വചനം, ഈ ത്രൂ എന്തിനാ? ഈ ത്രൂവിനെ ഒന്ന് ക്ലിയർ ആക്കേണ്ട ആവശ്യമുണ്ട്. ഈ മിക്ക ആൾക്കാർക്കും ഈ ത്രൂന്നും ബൈ ഹിം, ത്രൂ ഹിം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പം ഒരാളെ ചെയ്യിച്ച ആളുണ്ടല്ലോ, ചെയ്ത ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഊഹിച്ചെടുക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 Corinthians 8:6 വായിക്കുമ്പോഴത്തേക്ക് യെറ്റ് ഫോർ us there is but one God, the Father. അപ്പൊ ഈ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൂ വേറെ ആരുമല്ല, ദ ഫാദർ ആണ്. ഓക്കെ, ഫ്രം ഹൂം ഓൾ തിങ്സ് കെയിം. അപ്പം ആ വന്നേക്കുന്ന ആരാ? ഫാദറിന്റെ ത്രൂ ആണ് എല്ലാം വന്നേക്കുന്നത്. ആൻഡ് ഫോർ ഹൂം വി എക്സിസ്റ്റ്. ആ ഫാദറിന് വേണ്ടിയാണ് നമ്മൾ എല്ലാം എക്സിസ്റ്റ് വരെ ചെയ്യുന്നത്. ആൻഡ് there is but one Lord. അപ്പൊ ഇവിടെ നമ്മൾക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോഡിന്റെ കാര്യം പറയുന്നുണ്ട്, ഹു ഇസ് ദ ഫാദർ, ആൻഡ് ബട്ട് there is one Lord. അപ്പൊ ഇവിടെ നമ്മൾ വിചാരിക്കും ലോർഡ് വേറെ ഗോഡ് വേറെ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പം വിചാരിച്ചു വരുന്നത്. ഓക്കെ, ജീസസ് ക്രൈസ്റ്റ് ത്രൂ ഹൂം ഓൾ തിങ്സ് കെയിം ആൻഡ് ത്രൂ ഹൂം വി എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ഒരാളുണ്ട്, ദൈവം വേറെ ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ആള് എന്നാണ് എല്ലാം ഉള്ളത്, എല്ലാ കാര്യം ഉണ്ടാക്കിയ ആളിനാണ് ഉള്ളത്. അപ്പൊ പിന്നെ പിതാവിനൊന്നും ഇല്ലയോ, പരിശുദ്ധാത്മാവിനൊന്നും ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് തത്വത്തിന്റെ രീതിയിൽ ചിന്തിക്കാം. എന്താ ഈ ഉണ്ടാക്കിയ ആൾ എല്ലാം ഉണ്ടാക്കിയത്? അപ്പൊ പിതാവ് ഒന്നും ഉണ്ടാക്കിയില്ലയോ? പരിശുദ്ധാത്മാവ് ഒന്നും ഉണ്ടാക്കിയില്ലയോ? യേശു തന്നെ എല്ലാം ഉണ്ടാക്കുന്ന എല്ലാ പവറും എല്ലാം കാര്യങ്ങളും യേശുവിന് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ ബാക്കി രണ്ടുപേരും എന്തുവാ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ തൃത്വത്തിന്റെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത വചനത്തിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രൊവേർബ്സ് 16:4 ദ ലോർഡ് ഹാഡ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് പറയുന്നത് ലോർഡ് ഹാഡ് മെയ്ഡ് ഓൾ തിങ്സ് ഫോർ ഹിംസെൽഫ്. ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ നിയമത്തിനകത്ത് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ചെയ്യുന്നത് യഹോവയെ പറ്റിയാണ്, പിതാവായ ദൈവത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വപ്രകാരം പിതാവായ ദൈവമാണ് ദ ലോർഡ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഹാഡ് മെയ്ഡ് ഓൾ തിങ്സ് ഫോർ ഹിംസെൽഫ്. അപ്പം അവിടെ ദ ലോർഡ് ഉണ്ടാക്കി എന്നുള്ള കാര്യം ഫോർ ഹിംസെൽഫ്, വേറെ ആർക്കു വേണ്ടിയല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ യേശു ക്രിസ്തു ഉണ്ടാക്കിയത് യേശു ക്രിസ്തുവിന് വേണ്ടി ഉണ്ടാക്കിയത് എല്ലാം നമുക്ക് വേറെ വചനത്തിൽ നോക്കും. ഇത് രണ്ടായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇത് ഒരിക്കലും ഈ രണ്ട് വചനം കറക്റ്റ് ആവാൻ സാധ്യതയില്ല. അപ്പം ഇത് രണ്ടും ഒരാളാവുന്നുള്ള കാര്യമാണ് പുതിയ നിയമം നമ്മൾ പഠിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ് എന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ മിക്ക ആൾക്കാരും ദ ലോർഡ് എന്ന് യേശു ക്രിസ്തു ദ ലോർഡാന്ന് പറയുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്ന വേറെ ഒരു ലോർഡാന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ കൽപ്പന തന്നെ നമ്മൾ തെറ്റിക്കുവാണ്. ഈ ദ ലോർഡും വൺ ലോർഡും ഇപ്പം എഫിഷ്യൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഒരു സ്പിരിറ്റ് ആണ്, ഒരു ലോർഡാണ്, ഒരു ഗോഡാണ്. ആരാണ്? ഫാദർ ഓഫ് ഓൾ, ഹു ഇസ് അബവ് ഓൾ, ത്രൂ ഓൾ, ഇൻ യു ഓൾ എന്ന് പറഞ്ഞാൽ ആ ഗോഡ് തന്നെയാണ് നമ്മൾ എല്ലാവരിലും ഉണ്ടായിരുന്നത്. ആ ഗോഡ് തന്നെയായിരുന്നു ആ കാണപ്പെടുന്ന മറിയത്തിന്റെ പുത്രനായ ആ ശിശുവിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ വേലകൾ ചെയ്യുന്നത്. അതുകൊണ്ട് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുതിയ നിയമത്തിനകത്ത് ശരീര രൂപത്തിനകത്ത് നിൽക്കുന്ന ആ പുത്രൻ. ഓക്കെ, എന്നാൽ അതിന്റെ മുമ്പത്തെ സ്റ്റേറ്റിനകത്ത് ആത്മാവായി നിൽക്കുന്ന വചനം. ഓക്കെ,
ആ വചനം എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടി ഉണ്ടാക്കുന്നതിന്റെ മുമ്പേ സൃഷ്ടിയായിട്ട് ബന്ധപ്പെടാനും സൃഷ്ടി ചെയ്യാൻ വേണ്ടി ദൈവത്തിന് തന്നെ ഒരു രൂപം ഉണ്ടാക്കി. ആ രൂപപ്രകാരമാണ് ആദത്തിനെ സൃഷ്ടിക്കുകയും ആ ഒരു രൂപം, അതുകൊണ്ടാണ് പറയുന്നത് ജീസസ് ഇസ് ദ വിസിബിൾ ഫോം ഓഫ് ഇൻവിസിബിൾ ഗോഡ് എന്ന് പറയുന്നത്. ആ രൂപപ്രകാരം, അതുകൊണ്ടാണ് യേശു എല്ലാം ഉണ്ടാക്കിയെന്നും പറയുന്നത്. എന്നാൽ ദൈവം തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത് നമുക്ക് ഈ വചനപ്രകാരം ആവുന്നത്. എന്താന്ന് പറഞ്ഞാൽ ആ ദൈവം ആത്മാവാണ്, സർവ്വ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ്. നമ്മള് ഈ ലോകം മൊത്തം ആ ആത്മാവായ ദൈവത്തിനകത്താ ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സൃഷ്ടിയായിട്ട് ഇടപെടാൻ വേണ്ടി ദൈവത്തിന് തന്നെ ഒരു രൂപം ഉണ്ടാക്കി. ആ രൂപപ്രകാരമാണ് ആദത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ കാണപ്പെടുന്ന കരം എന്ന് പറയുന്നത്. നമുക്ക് കാണപ്പെടാനുള്ള ഒരു കരവും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനും നമുക്ക് കാണാനും ഒക്കെ ഉള്ള ഒരു രൂപത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള ഇടപെടലാണ്. പക്ഷെ ഇത് രണ്ടല്ല, ഒന്ന് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഇത്. ഓക്കെ, വോയിസ് കേൾക്കുന്നില്ല. താങ്ക് യു ബ്രദർ, താങ്ക് യു. വളരെ സ്പഷ്ടമാണ്. കാരണം ഉൽപ്പത്തി 1:1 സൃഷ്ടികർത്താവായി നിന്നുകൊണ്ട് സൃഷ്ടി നടത്തുന്ന അതേ ദൈവം കാലസമ്പൂർണതയിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് താൻ എടുക്കാൻ പോകുന്ന ഒരു ശരീരത്തിൽ നിന്നുകൊണ്ടാണ് സൃഷ്ടി നടത്തിയതെന്നും യോഹന്നാൻ പറയുന്നു ഉളവായതൊക്കെ അവനാൽ ഉളവായെന്നും എന്നാണ് പറയുന്നത്. എല്ലാം പുതിയ നിയമത്തിൽ പഴയ നിയമത്തിന്റെ ഏറ്റവും വലിയ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള പൗലോസ് പോലും ഈ ലേഖനങ്ങളിലെല്ലാം പ്രസ്താവിക്കുന്നത് അതേ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വായനക്കാർക്ക് അല്ലെ കേൾവിക്കാർക്ക് ഈ കാര്യത്തിലുള്ള സംശയങ്ങൾ നീങ്ങി എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുകയാണ്. മറ്റേ ചോദ്യം, നമ്മൾ മുടങ്ങിപ്പോയ ചോദ്യത്തിന്റെ ഉത്തരം ജോയി പാസ്റ്റർക്ക് ഇതുവരെയും തിരിച്ച് ജോയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ ചോദ്യം ആർക്കെങ്കിലും ഉത്തരം നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഉള്ളൊരു അവസരമുണ്ട്. ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള സ്ഥലത്ത് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾ അവകാശപ്പെടുന്ന ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ സാന്നിധ്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ ഉണ്ടായിരുന്നു. ഒരു കൂട്ടു കൃഷിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ട്രിനിറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ജോയ് പാസ്റ്റർ തന്നെ വന്നു. പ്രൈസ് ലോർഡ്. പാസ്റ്റർ തന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യണം. ബാക്കി ഞാൻ പറയാനുള്ളത് അല്ലേ? അത് വേറെ ആരും പിന്നെ സംസാരിച്ചില്ല അല്ലേ? വേറെ അത് സംസാരിച്ചില്ല, വേറെ വിഷയങ്ങളിലേക്ക് പോയി. ഓക്കെ, എന്നാ അത് പറഞ്ഞോളാം, ബാക്കി പറഞ്ഞോളാം. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നാം എന്നുള്ള പദം ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. രാജാക്കന്മാർ അങ്ങനെയുള്ള പദം ഉപയോഗിക്കുന്നു. അപ്പോൾ രാജാക്കന്മാര് ആര് നാം എന്ന പദം ഉപയോഗിച്ചാലും ആ രാജാവ് 3 വ്യക്തിയായി മാറുന്നില്ല, 3 വ്യക്തികളായിട്ട് മാറുന്നില്ല. അപ്പോ രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു ആ പദം അല്ലെങ്കിൽ ദൈവം ആ പദം ഉപയോഗിക്കുമ്പോൾ 3 വ്യക്തികളായി ചിത്രീകരിക്കുന്നത് പിശാചിന്റെ വികലമായിട്ടുള്ള ചിന്ത കൊണ്ട് മാത്രമാണ്. അത് നമ്മള് വിശ്വാസികളായി ദൈവമക്കളായി ഇറങ്ങിത്തിരിച്ച പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലാകട്ടെ എവിടെയാകട്ടെ കർത്താവിനെ നോക്കി ഇറങ്ങിത്തിരിച്ചവരത് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏക വ്യക്തിക്ക് ഒരു അധ്യാപകന് നാം എന്ന് ഉപയോഗിക്കാം. കാരണം ആ സ്കൂളിലുള്ള വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്നു. ഒരു രാജാവിന്, ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന രാജാവിന് നാം എന്നുള്ള പദം ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾ വചനത്തിലൂടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യമുള്ളത്, സൃഷ്ടിച്ചത് എത്ര വ്യക്തികൾ ചേർന്നാണ് എന്നുള്ള തെറ്റായ പഠിപ്പിക്കലിന് പൂർണ്ണമായ ഒരു വിരാമം ഇടേണ്ടത് ആവശ്യമാണ്. ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. ദൈവത്തിന് സ്തോത്രം.
ബൈബിളിലൂടെ കഴിഞ്ഞ പ്രാരംഭത്തിൽ വേയിപ്പാഷും മറ്റു ദൈവദാസന്മാരും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. എങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങൾ. ദൈവം ഏകനായി സൃഷ്ടിച്ചു, 3 വ്യക്തികൾ ചേർന്നല്ല സൃഷ്ടിച്ചത്. നാം എന്നുള്ള പദപ്രയോഗം ഒരു വ്യക്തിക്ക് പറയാം. അങ്ങനെ ബഹുവചന പദം ഉപയോഗിക്കുന്നുകൊണ്ട് ആ പറയുന്ന വ്യക്തി 3 വ്യക്തികൾ ചേർന്നാണ് എന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ സാത്താനികമാണ്. ഉൽപ്പത്തി 1:27 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, തങ്ങളുടെ സ്വരൂപത്തിലല്ല. മലാക്കി 2:10 നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. ഒരു പിതാവേ ഉള്ളൂ, ഒരു ദൈവം തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. യെശയ്യാവ് 45:12 ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. അവിടെ ഞാൻ എന്നുള്ള പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ എന്നവിടെ കാണുന്നില്ല. യിരെമ്യാവ് 27:4-5 വാക്യം, നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവിൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തെയും മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. അവിടെയും പറയുന്നു, ഞാൻ ഭൂമിയെയും ആകാശത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ട്. അത് ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം അവിടെയും കാണുന്നില്ല. യെശയ്യാവ് 40:13, 44:24 നാം വായിക്കുമ്പോൾ, സൃഷ്ടിപ്പിൽ ആരും തന്നോടുകൂടെ ഇല്ലായിരുന്നുവെന്നും താൻ ആരോടും ആലോചന ചോദിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പൊ സൃഷ്ടിപ്പിൽ തൃത്വത്തിൽ പ്രഥമ സ്ഥാനം സാത്താൻ 3 വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് വചനത്തിന്റെ വെളിച്ചത്തിൽ അതൊരിക്കലും അത് തെളിയിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ എന്നുള്ള വാക്യവും നമ്മൾ പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടു. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ദൈവത്തിന് തന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവം തന്നെ പറഞ്ഞ വാക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം ഇവിടെ വിശദീകരിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ദൈവത്തിന് തന്റെ ഹൃദയത്തിൽ പറയാൻ, തന്നോട് തന്നെ പറയാൻ ദൈവത്തിന് കഴിയും. അതിനൊരു ഉദാഹരണം, നാം എന്ത് പ്രവൃത്തി ചെയ്താലും നാം നമ്മോട് പറയാതെ നാം ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ഒന്ന്, നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മോട് തന്നെ നമ്മൾ പറയുന്നു. നാം കുളിക്കുമ്പോൾ ഒന്ന് കുളിക്കാം, ഇപ്പൊ ഞാൻ കുളിക്കാൻ പോകുന്നു എന്നുള്ള നമ്മോട് തന്നെ പറയുന്നു. നമ്മളൊരു ചായ ഇട്ട് കുടിക്കണമെങ്കിൽ അതും നമ്മോട് തന്നെ പറയാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ദൈവം തന്നോട് തന്നെ പറഞ്ഞ ധാരാളം തെളിവുകൾ ഉൽപ്പത്തി പുസ്തകത്തിലും എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ 1-2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ഉൽപ്പത്തി 8:21 യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. എഫെസ്യർ 1:11 വായിക്കുമ്പോൾ തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കുന്നവൻ. അതുപോലെ സദൃശവാക്യത്തിലും നമ്മൾ കാണുന്നു. എന്താ അവിടെ കാണുവാൻ കഴിയുന്നത്? സഭാപ്രസംഗി 2:1 ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ലൂക്കോസ് 12:19 എന്നിട്ട് എന്നോട് തന്നെ പറയും. അപ്പോൾ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും 42-ാം സങ്കീർത്തനം 5-ാം വാക്യം. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന് തന്നോട് തന്നെ പറയുവാൻ കഴിയും. അപ്പോൾ ഒരു വിധത്തിലും വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങൾ സൃഷ്ടിച്ചുവെന്നോ ആ നാം എന്നുള്ള പദം കൊണ്ട് ഏക വ്യക്തിക്ക് നാം എന്നുള്ള പദം ഉപയോഗിക്കാമെന്ന് ഞാൻ തെളിവ് തന്നു. ഇനി ഞങ്ങൾ സൃഷ്ടിച്ചുവെന്നോ നമുക്ക് സൃഷ്ടിക്കാമെന്നോ ബൈബിളിൽ പറഞ്ഞ ഒരു തെളിവും ആർക്കും എടുത്തു തരുവാൻ കഴിയില്ല. അതുകൊണ്ട് മലാക്കി 2:10 ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെ നമ്മെ സൃഷ്ടിച്ചു.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് നന്ദി. വളരെ വ്യക്തമാണ്, കേൾവിക്കാർക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാകുന്ന രീതിയിൽ ഏകനായി സൃഷ്ടി നിർവഹിച്ചു എന്ന് തെളിയിക്കുന്ന നിരവധി തിരുവെഴുത്തുകളിൽ നിന്നുള്ള തെളിവുകൾ കൊണ്ടാണ് ഈ വസ്തുത സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഇന്ന് ഇവിടെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി ബൈബിളിൽ നിന്ന് തന്നെ നൽകുവാൻ കർത്താവിന്റെ ദാസന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 ചോദ്യങ്ങൾ ഇന്ന് ഞങ്ങൾ എടുത്ത 4 ചോദ്യങ്ങൾ ഇന്നിവിടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മറ്റ് ഏതെങ്കിലും ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ നൽകുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ക്രിസ്തീയ മണ്ഡലത്തിൽ ഉണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ തുടർമാനമായി ഈ ഏക ദൈവത്തെ ബൈബിളിൽ നിന്ന് തെളിയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വചനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സംശയാസ്പദമായി നിങ്ങളുടെ ഹൃദയത്തിലുള്ള ബൈബിൾ കൊട്ടേഷനുകളും സംശയങ്ങളും നിങ്ങൾക്ക് കമന്റായി ഈ വീഡിയോയ്ക്ക് താഴെ നൽകാനുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് ഈ വളരെ അനുഗ്രഹപ്രദമായി ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വിഷയത്തിന്റെ അടുത്ത ഭാഗം അടുത്ത ശനിയാഴ്ച, വരുന്ന ശനിയാഴ്ച വീണ്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഈ രാത്രി 9 മണി ശനിയാഴ്ച ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും കർത്താവ് നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.